75 ഹാർട്ട് ഡേ 4. അപ്പോൾ ഇന്നൊരു ക്ലൗഡി ഡേ ആയിരുന്നു കേട്ടോ. ഓഫീസിലെത്തി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബിക്കോസ് സ്മൂത്തി ഒന്നും കഴിക്കാൻ ഇന്ന് ടൈം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വർക്കൊക്കെ തീർത്ത് എൻ്റെ ഫേവറേറ്റ് ഈസ്റ്റ് കഫേ ഒക്കെ കഴിച്ചു. കുറച്ച് ടെംപ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ബൈ പറഞ്ഞ് എൻ്റെ ട്രാമിനും ബൈ പറഞ്ഞ് വേഗം നടന്നു. ബിക്കോസ് ഇന്ന് 10,000 സ്റ്റെപ്സ് ആണ് നമ്മുടെ ഔട്ട്ഡോർ വർക്കൗട്ട്. അടിപൊളി സമ്മർ വൈബായിരുന്നു കേട്ടോ. ഇന്ന് നല്ല വെയിലും നിറച്ച് പൂക്കളും പിന്നെ നോർവീജിയൻ ഫ്ലാഗ് ഒക്കെ ഹോസ്റ്റ് ചെയ്ത് പൂവൊക്കെ പറിച്ച് അങ്ങനെ ഹാപ്പിയായി വീടെത്തി നമ്മൾ 10,000 സ്റ്റെപ്പ് കവർ ചെയ്തു. പിന്നെ വീടെത്തി നേരെ തന്നെ നമ്മുടെ ഇൻഡോർ വർക്കൗട്ടിലോട്ട് കടന്നു. ഇന്നാണെങ്കിൽ ഹൈപ്പർ എനർജറ്റിക് ആയിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് എനർജി ഉണ്ടായിരുന്നു. അത് കാരണം വെയിറ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല വർക്കൗട്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തു. സ്ട്രെച്ചിങ് എക്സസൈസ് കഴിഞ്ഞ് ഇന്ന് ആംസ് വർക്കൗട്ട് ചെയ്യണം. അതാണ് നമ്മുടെ പ്ലാൻ. വർക്കൗട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ട് വൺ സെറ്റപ്പിലാട്ടോ നമ്മുടെ വർക്കൗട്ട്. അപ്പർ ബോഡി വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ലെഗ് ഡേ കഴിഞ്ഞ് ഇങ്ങനെ തൊങ്കി പോവാനും ഇരിക്കാനും എഴുന്നേക്കാനും പറ്റാത്ത പെയിൻ ഒന്നും ഇതിനുണ്ടാവില്ലല്ലോ. പിന്നെ നമ്മുടെ മസിലൊക്കെ അങ്ങനെ അങ്ങോട്ട് കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ്, എന്നെ കണ്ടാൽ അറിയാം. പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പൊക്കെ കണ്ടുപിടിച്ചു. ബിക്കോസ് മസിലൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇൻഡോർ വർക്കൗട്ട് ഇന്നത്തെ ഡൺ. കൂട്ടത്തിൽ കൂടെ നമ്മുടെ വാട്ടർ ട്രാക്ക് ചെയ്തു, അത് ഡൺ. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ വെച്ച് നല്ലൊരു ടെറിയാക്കി ചിക്കൻ ആൻഡ് ഹെൽത്തി മീലും അതും സെറ്റ്. ആൻഡ് നമ്മുടെ പ്രോഗ്രസ് സെൽഫി ഞാൻ വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തു. ബുക്ക് റീഡിംഗ് 2 pages നടന്നുള്ളൂ കേട്ടോ.